ഹരേ കൃഷ്ണ. തിരുപ്പാവൈ പാസുരം 4. ഈ പാസുരത്തിൽ ആണ്ടാളമ്മ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് വരുണദേവനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദേവീദേവന്മാരും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. മഴയുടെ ദേവനാണ് വരുണദേവൻ. ആണ്ടാളമ്മ വരുണദേവനോട് പ്രാർത്ഥിക്കുകയാണ്, നിറയെ മഴ കിട്ടണം, അതിനെ സമുദ്രത്തിൽ പോയി നിറയെ വെള്ളം ശേഖരിച്ച് അത് മഴമേഘങ്ങളാക്കി മാറ്റൂ, എന്നിട്ട് ആ മഴമേഘങ്ങൾ നല്ല മഴയായി പെയ്യട്ടെ. ഇങ്ങനെ മഴ പെയ്യുന്നതിലും ആണ്ടാളമ്മ ഭഗവാനെ ഓർക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഉള്ള ആ ഇടിയുടെ ശബ്ദം, അത് ഭഗവാന്റെ പാഞ്ചജന്യം, ആ ശംഖനാദം അതുപോലെ മുഴങ്ങി ഇടി വെട്ടട്ടെ. ഭഗവാന്റെ ആ വില്ല്, ശാർങ്ങം എന്ന വില്ല്, അതിൽ നിന്ന് തുരുതുരെ അമ്പ് വർഷിക്കുകയാണ്. ഭഗവാന്റെ അമ്പ് പോലെ ആ മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കട്ടെ. അങ്ങനെ എവിടെയും എപ്പോഴും ആണ്ടാളമ്മയ്ക്ക് ഭഗവാന്റെ ചിന്തയും ഓർമ്മയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രകൃതിയും മനുഷ്യനുമായി നല്ല ഒരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ അത് നാടിന് മൊത്തവും ഗുണകരമായ രീതിയിൽ മാറുകയുള്ളൂ. ആണ്ടാളമ്മയും ഗോപികമാരും പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, നാടിന് മൊത്തവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷമായിരിക്കുന്നത് കണ്ട് ഈ മാർഗഴി മാസത്തിൽ നമുക്ക് നീരാടാം എന്നാണ് ആണ്ടാളമ്മ പറയുന്നത്. ഇങ്ങനെ പ്രകൃതിയെയും നമ്മൾ ഭജിക്കണം, മറ്റ് ദേവന്മാരെയും നമ്മൾ ഭജിക്കണം. ഹരേ കൃഷ്ണ.